ഇന്നലെ നമ്മളെ ഏറെ സങ്കടപ്പെടുത്തിയ ഒരു വാർത്തയായിരുന്നു മലപ്പുറത്ത് ഒരു റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയെ കടുവ കൊലപ്പെടുത്തിയ സംഭവം. ആ ആളെക്കൊല്ലി കടുവയെ പിടികൂടാനുള്ള നടപടികൾ ഊർജിതമാക്കിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലെത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം. കുങ്കിയാനകൾ, ഒപ്പം തന്നെ മയക്കുവെടി വയ്ക്കാനുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സംഘമൊക്കെ ഡോക്ടർ അരുൺ സഖറയുടെ നേതൃത്വത്തിൽ കാളികാവിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 25 നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നു. ആ രീതിയിൽ സർവ്വസന്നാഹവും വനംവകുപ്പ് ഒരുക്കിയിരിക്കുന്നു. ഇതൊക്കെ ചെയ്യുമ്പോഴും ഒരു ജീവൻ നഷ്ടമായി എന്നത് ഏറ്റവും സങ്കടപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. അത് ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നത് അതിലേറെ സങ്കടം നമ്മുടെ മുൻപിലേക്ക് എത്തിക്കുന്നു. സ്വാലിഹ മലപ്പുറത്ത് നിന്ന് ചേരുകയാണ്. സ്വാലി, ഈ ആളെക്കൊല്ലി കടുവയെ പിടികൂടാനുള്ള നടപടികൾ ഇന്ന് എങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്? മയക്കുവെടി വയ്ക്കാനുള്ള സാധ്യതകൾ എങ്ങനെയാണ് ഇപ്പോൾ വിദഗ്ധ സംഘം വിലയിരുത്തുന്നത്? മനു, ഏറ്റവും പ്രധാനമായി മയക്കുവെടി വെച്ച് ഇതിനെ പിടികൂടുക എന്ന് തന്നെയാണ്. അതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ സംഘം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിലയിരുത്തും. ഇപ്പോൾ ഈ സ്ഥലം പരിശോധിക്കുന്നതിനായി പുറപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും കുങ്കിയാനകളെ ഉൾപ്പെടെ അതിലേക്ക് ആവശ്യമെങ്കിൽ കയറ്റുക. മുത്തങ്ങയിൽ നിന്ന് 2 കുങ്കിയാനകളെയാണ് ഇന്നലെ വൈകിട്ടോടെ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ സംഭവം നടന്ന സ്ഥലത്തും അതിൻ്റെ പരിസരത്തുമായി ഏതാണ്ട് 5 കിലോമീറ്റർ ചുറ്റളവിൽ 25 നിരീക്ഷണ ക്യാമറകൾ ഇന്നലെ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ക്യാമറയിലെ ദൃശ്യങ്ങൾ കൂടി ഇന്ന് രാവിലെ പരിശോധിക്കുമെന്ന് അറിയിച്ചിരുന്നു. അതുകൂടി പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഈ ഭാഗത്ത് ഇതിൻ്റെ സാന്നിധ്യമുണ്ടോ എന്ന് ഉറപ്പിക്കാനാവുക. അതോടൊപ്പം ഇന്നലെ കൂടും സ്ഥാപിച്ചിരുന്നു. അത് പക്ഷേ വിഫലമായിട്ടുണ്ട്. കൂട്ടിൽ ഇന്നലെ കയറുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. 2 മാസത്തോളമായി ഈ പ്രദേശത്ത് ഈ കടുവയുടെ സാന്നിധ്യം നാട്ടുകാർ പറയുന്നതാണ്. ഇവിടെ വളർത്തുപട്ടികളെ ഉൾപ്പെടെ കൊണ്ടുപോയതിൻ്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ വനം വകുപ്പിന് നേരത്തെ കൈമാറിയിരുന്നു. ഇതിനെ പിടികൂടണമെന്നൊരാവശ്യം വനം വകുപ്പിനോട് മുന്നോട്ട് വെച്ചിരുന്നു. വനം വകുപ്പ് ഇതനുസരിച്ച് നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. വലിയ ജാഗ്രതാ നിർദ്ദേശമൊക്കെ നൽകിയിരുന്നു. പക്ഷേ ഇതിനിടയിലാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടാവുന്നത്. അതോടൊപ്പം തന്നെ ഈ മരിച്ച ഗഫൂറിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവർക്ക് നഷ്ടപരിഹാരം വനം വകുപ്പിൻ്റെ ധനസഹായമായ 10 ലക്ഷം രൂപയുടെ ആദ്യ ഗഡു ഇന്ന് കൈമാറും. 5 ലക്ഷം രൂപയാണ് നൽകുക. ബാക്കി 5 ലക്ഷം രൂപ മരണ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുന്ന മുറക്ക് നൽകാമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം ആശ്രിതരിൽ ഒരാൾക്ക് ജോലി നൽകാമെന്നും വനംവകുപ്പ് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അത് സംബന്ധിച്ച തീരുമാനങ്ങൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടാവുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മനു, ശരി, ഏതായാലും വളരെ വേഗത്തിൽ ആളെക്കൊല്ലി കടുവയെ പിടികൂടാൻ കഴിയട്ടെ. ആ നാട്ടിലെ മനുഷ്യരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ കഴിയട്ടെ. കാരണം ആശങ്കകളുടെ നടുവിലാണ് അവർ ജീവിക്കുന്നത്. മലയോര ജനതയുടെ ഇപ്പോഴത്തെ ഒരു ജീവിതമെന്ന് പറയുന്നത് പലയിടങ്ങളിലും ആശങ്കയുടെ നടുവിൽ തന്നെയാണ്. ഈ വന്യമൃഗ പ്രശ്നം അത്രയും രൂക്ഷമായിരിക്കുന്നു. ഒരുപാട് പരിമിതികൾ സംസ്ഥാന സർക്കാരിന് മുൻപിലുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ എങ്കിൽ പോലും ഇങ്ങനെ ജീവൻ നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായും ആളുകൾ ആദ്യം ആശ്രയിക്കുക സംസ്ഥാന സർക്കാരിലേക്ക് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് അത് ആ രീതിയിൽ വരികയും ചെയ്യുന്നത്. ഏതായാലും ഈ കടുവയെ പിടികൂടാൻ കഴിയട്ടെ. ഒപ്പം തന്നെ കേന്ദ്ര വന നിയമത്തിൽ മാറ്റം വരുത്താൻ കൂടുതൽ സമ്മർദ്ദം നമുക്ക് ചെലുത്താം എന്ന് മാത്രമേ അതിൽ പറയാൻ കഴിയുകയുള്ളൂ.